പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ചേട്ടനെ എങ്ങനെയാണ് പരിചയം എന്നുള്ളത്. സുരേഷ് ഗോപി ചേട്ടനെ പരിചയപ്പെട്ടിട്ട് 9 വർഷമായി. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 2015-ലാണ്. 2015 അദ്ദേഹത്തിന് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2015 ഞാൻ കുമ്മനം രാജശേഖരേട്ടന് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് ഫേസ്ബുക്ക് പേജിലിട്ടു. അങ്ങനെ സുരേഷ് ഗോപി ചേട്ടൻ കണ്ടു. അങ്ങനെയാണ് ഏട്ടനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഏട്ടൻ കോണ്ടാക്ട് ചെയ്ത് ഏട്ടനൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോ ആയിട്ട് തിരുവനന്തപുരത്ത് അന്ന് മംഗളം ചാനലിൻ്റെ ഉദ്ഘാടന സ്ഥലത്തേക്കാണ് ഞാൻ ഏട്ടന് ഫോട്ടോ ആയിട്ട് പോയത്. അങ്ങനെ അവിടെ ഫോട്ടോ കൊണ്ടുപോയി അവിടെ ഏട്ടന് കൊടുത്തു. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഏട്ടൻ്റെ കൂടെ വീട്ടിലോട്ട് പോരാൻ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു സെലിബ്രിറ്റിൻ്റെയൊക്കെ വീട്ടിൽ പോവുക എന്നൊക്കെ പറയുന്നത്, അതും എന്നെപ്പോലെ ഒരു വ്യക്തിക്കൊക്കെ പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ എന്ന് പറയാൻ ഒരുപാട് ഫോട്ടോസും വിഗ്രഹങ്ങളും ഒക്കെ കുറേ ഉണ്ട്. ഹാളിൽ നിറയെ അതാണ്. അന്ന് അവിടെ അതിൻ്റെ മുമ്പിലായിട്ട് എൻ്റെ കണ്ണനെ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നുമല്ലാത്ത ഞാൻ അവിടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനം തന്നെയാണ്. അങ്ങനെ അന്ന് തുടങ്ങിയിട്ടുള്ള പരിചയമാണ്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എനിക്കൊരു സാരഥിയായിട്ട്, എനിക്ക് ഏതൊരു സഹായത്തിന് വേണമെങ്കിലും ആദ്യം വിളിക്കാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് പിന്നീട് സുരേഷ് ഗോപി ചേട്ടൻ മാറിയത്. അപ്പം ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെ സംബന്ധിച്ച് എന്ന് പറയാൻ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തി, വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു നിലയിലെത്തുമെന്ന് പ്രതീക്ഷിക്കാനെങ്കിലും പറ്റും. എനിക്കതുപോലും ഇല്ലാതെ ഞാൻ ലോകം ഒന്നായിട്ട് അറിയപ്പെടുന്ന, അതും ചിത്രം വരയ്ക്കാൻ അറിയാതെ ആയിക്കൊണ്ട് ഞാൻ അറിയപ്പെട്ടപ്പോൾ അതിനോടൊക്കെ നന്ദി പറയാൻ നമ്മുടെ ഈ കണ്ണൻ്റെ അടുത്താണുള്ളത്. അങ്ങനെയാണ് ഞാൻ സുരേഷ് ഗോപി ചേട്ടനുമായിട്ട് പരിചയം. പലരും വിചാരിച്ച് ഈ അടുത്ത കാലത്തെങ്ങാണ്ടാണ് ഞാൻ പരിചയപ്പെട്ടത് എന്ന്. അങ്ങനെയൊന്നല്ല, അത് വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. ഇതിൻ്റെ കൂടെ ചെറിയൊരു റിക്വസ്റ്റ് കൂടി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയട്ടെ. രാവിലെ എൻ്റെ ഫോണ് തുറന്നു നോക്കിയാൽ, മെസ്സേജ് തുറന്നു നോക്കിയാൽ ഒരു 10-15 മെസ്സേജെങ്കിലും സുരേഷ് ഗോപി ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് തരുമോ, അല്ലെ ഇന്ന കാര്യം ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമുക്കൊരു വ്യക്തിനെ പേഴ്സണലായിട്ട് അറിയാമെങ്കിൽ ആ വ്യക്തിയുടെ കോണ്ടാക്ട് നമ്പർ നമുക്ക് മറ്റൊരാൾക്ക് പാസ് ചെയ്യാൻ പറ്റൂല. എൻ്റെ ഒരു സാഹചര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു വ്യക്തി മാത്രമായിരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് പല വ്യക്തികളാണ് പലരുടെയും കാര്യങ്ങൾ പറയുന്നത്. അതെല്ലാവരുടെ കാര്യവും എനിക്ക് ഏട്ടൻ്റെ അടുത്ത് പറയാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആരുടേതും പറയാൻ നിൽക്കാറില്ല. ഇപ്പം ഞാൻ തിരിച്ചവർക്ക് മറുപടി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ സോഷ്യൽ മീഡിയ കൊടുത്തത് എൻ്റെ വരുമാന മാർഗമായിട്ടാണ്. അത് സുരേഷ് ഗോപി ചേട്ടൻ്റെ നമ്പർ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണേ എന്നെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ആരും ഏട്ടൻ്റെ നമ്പറോ ഏട്ടനെ കിട്ടണം എന്ന് പറഞ്ഞിട്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യരുത്.